അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ 9ാമത്തെ പാഠമാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തേത് നഖ്റഉ. ദഅ യദ്ഉ, ഹല്ല യഹുല്ലു, റാഅ യുറാഇ, ഹസ്സ യഹുസ്സു, തളാഹറ യതളാഹറു, തആവറ യതആവറു, അദ്ദ യുഅദ്ദി. ഇതൊക്കെ മാളിയും മുളാരിയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നഹ്വിന്റെ മാളി എന്ന് പറഞ്ഞാൽ എന്താണ്, മുളാരി എന്ന് പറഞ്ഞാൽ എന്താണ്. മാളി എന്ന് പറഞ്ഞാൽ പാസ്റ്റാണ്, അഥവാ കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ച് പറയുന്നതാണ്. മുളാരി എന്ന് വെച്ചാൽ ഫ്യൂച്ചറാണ്. അപ്പോ ആ രണ്ട് ഫീലുകളാണ്. ഒന്നാമത്തേത് മാളിയും രണ്ടാമത്തേത് മുളാരിയും. അതിന്റെ അർത്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ നക്തുബുൽ മാന, ഈ വാക്കുകളുടെ അർത്ഥം എഴുതുക. സാഹിൻ, മാഉൻ, ഉൻഫുൻ, മുറാഅത്തുൻ, ഇആറത്തുൻ, ദൽവുൻ, അതുപോലെ തന്നെ ഖിദ്റുൻ, ഇർബാലുൻ, ഫഅസുൻ, ഈദാഉൻ, ഇഅറാദുൻ, ഇക്തിറാസുൻ, മുആമലത്തുൻ, വൈലുൻ. ഉമ്മു. ഇനി നക്തസിഫുൽ ഇജാബ, ഉത്തരം കണ്ടെത്തുക. ഒന്നാമത്തെ ചോദ്യം, റഅ്സു കുല്ലി ത്വാ, എല്ലാ വൈപ്പടലിന്റെയും ഹെഡാണ് എന്ത്? ഉമ്മു കുല്ലി മാസിയ, എല്ലാ തെറ്റുകളുടെയും ഉമ്മയാണ് എന്ത്? ആളമു അലാമാത്തി തെക്ദീബി, കളവാക്കുന്നതിന്റെ ഏറ്റവും വലിയ അടയാളത്തിൽപ്പെട്ടതാണ് എന്ത്? ഇനി നുഇദ്ദു തഫ്സീറ ഹാദിഹി സൂറത്തി ബിൽ വതനിയത്തി ബിൽ ഇഖ്തിസാരി, ഈ സൂറത്തിന്റെ അഥവാ സൂറത്തുൽ മാഊനിന്റെ തഫ്സീർ നമ്മുടെ ഭാഷയിൽ, മലയാള ഭാഷയിൽ ചുരുക്കി എഴുതുക. അതാണ്. ഇനി ഹോംവർക്കാണ്. നസ്തഖ്രിജുൽ മൗസൂല വസില, താഴെ കുറച്ച് വരികൾ കൊടുക്കുന്നുണ്ട്. ആ വരികളിൽ നിന്ന് മൗസൂല സില ഏതാണ്, അതിന്റെ സില ഏതാണ് എന്ന് വേർതിരിച്ച് എഴുതുക. അല്ലദീ യദുഉൽ യതീം, അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ഇനി അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. ഇതിന്റെയൊക്കെ അർത്ഥങ്ങളല്ല, ഇത് ഈ വരികളുള്ളിൽ സിലയുണ്ട്, മൗസൂലയുണ്ട്. മൗസൂല, സില. ഇതിൽ മൗസൂല ഏതാണ്, സില ഏതാണ് എന്ന് വേർതിരിച്ച് എഴുതുക. ഇൻഷാ അല്ലാഹ്.